ഹായ് സർ. Hi, Jian. ഹിസ്റ്ററിയിൽ ഒരുപാട് നൂറായിരം കള്ളങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. Okay. ഇപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള എവിഡൻസ് ആണ് വേണ്ടത്. Yes, ഇപ്പൊ yes. പല സോഴ്സസും നോക്കുകയാണെങ്കിൽ പലതും പലതാണ് പറയുന്നത്. അതെ. സോ ഇപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ അത്തരത്തിലുള്ള മിത്സിനെ പറ്റി സാറിനോട് ഞാൻ ചോദിക്കാൻ Sure, ആഗ്രഹിക്കുകയാണ്. please. സർ, ബ്രിട്ടീഷ് ജീനിയസ് കൊണ്ടാണോ ആ. നെപ്പോളിയൻ തന്റെ വാട്ടർലൂ ലൂസ് ചെയ്തിട്ടുള്ളത്? വാട്ടർലൂ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. റീസെന്റ് ഈ ജിയോളജിക്കൽ സ്റ്റഡീസും അല്ലെങ്കിൽ റീസെന്റ് റിസർച്ചേഴ്സും സയന്റിസ്റ്റും ഹിസ്റ്റോറിയൻസ് ഒക്കെ മുന്നോട്ടേക്ക് വെക്കുന്ന ചില പ്രബന്ധങ്ങളുണ്ട്. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്തോനേഷ്യയിലെ ഒരു മൗണ്ട് തമ്പോറ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. 1815 ഈ മൗണ്ട് തമ്പോറ ഒരു മാസീവ് എറപ്ഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ ഒന്നായിരുന്നു ഈ തമ്പോറ അഗ്നിപർവ്വത സ്ഫോടനം. അപ്പൊ അതിന്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു സർട്ടൻ റിപ്പോർട്ട്സ് ഒരു 160 ക്യൂബിക് കിലോമീറ്റേഴ്സ് തോളം വ്യാപകമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഇതിന്റെ ഡെബ്രീസ് പുറന്തള്ളപ്പെട്ടു. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, അതിന്റെ ആഷും ഡസ്റ്റും സൾഫർ ഡയോക്സൈഡ് ഒക്കെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും അത് ക്ലൈമറ്റിനെ വലിയ തോതിൽ മാറ്റിമറിക്കുകയും ചെയ്തു. അതായത് പിന്നീട് വിശേഷിപ്പിക്കുന്നത് അതായത് 1816 ഇയറിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇയർ വിത്തൗട്ട് സമ്മർ ആണ്. അപ്പൊ ഭയങ്കര അത് പ്ലാനറ്റ് കംപ്ലീറ്റ് കൂൾഡ് ആവുന്നു, കണ്ടിന്യൂസ് മഴ ലഭിക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി മഴയാവുന്നു, അല്ലെങ്കിൽ അവരുടെ സോക്കോൾഡ് ഒരു എന്താ പറയുക സോൾജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ മിലിറ്ററി ക്യാമ്പയിൻസും എക്സ്പെഡീഷൻസുമായിട്ട് പോകുന്ന സോൾജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഈ കണ്ടിന്യൂസ് മഴയും കാര്യങ്ങളൊക്കെ കാരണം ഈ ചെളിയിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ കാനൻസ് ഒക്കെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരു പരിധി വരെ വാട്ടർലൂ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജീനിയസ് മാത്രമല്ല, നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ദർ ആർ സർട്ടൻ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഓർ ക്ലൈമറ്റിക് ചേഞ്ചസ് ഈവൻ ഡേയ്സ് ഈ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനം അടക്കം വാട്ടർലൂവിലെ നെപ്പോളിയന്റെ പരാജയത്തിന്റെ ഒരു കാരണമായിട്ടാണ് പുതിയ സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. സർ, നെപ്പോളിയൻ ഫ്രാൻസിനെ റെവല്യൂഷണറൈസ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റിനെ മോഡേണൈസ് ചെയ്തോ? നെപ്പോളിയനെ ഒരു റെവല്യൂഷന്റെ പിതാവായിട്ടോ അല്ലെങ്കിൽ മകനായിട്ടോ കൊച്ചുമകനായിട്ടൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ യൂറോപ്പില് അല്ലെങ്കിൽ ഫ്രഞ്ചിലെ റെവല്യൂഷൻ അദ്ദേഹം ഒരു പരിധിവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചില പോളിസീസ് അതിനെ ഒന്ന് റിവേഴ്സ് ചെയ്തു എന്നും നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നെപ്പോളിയൻ അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം മൊണാർക്കി സിസ്റ്റം തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. റവല്യൂഷനിൽ ഡെമോക്രസിയോ അല്ലെങ്കിൽ ഫെഡറലിസമോ ഒക്കെയാണ് യൂഷ്വലി സംഭവിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സംഘടിതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള കോൺസെപ്റ്റും പാർട്ടിസിപ്പേഷനൊക്കെയാണ് അത് മുന്നോട്ട് വെക്കുന്ന ആശയം. പക്ഷേ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ മൊണാർക്ക് നെപ്പോളിയൻ എന്നൊരു കോൺസെപ്റ്റ് വരുന്നു. ഇനി സ്ലേവറി ആണെങ്കിൽ അദ്ദേഹം വീണ്ടും അതിനെ ലീഗലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിവിൽ കോഡിൽ സ്ത്രീനെ അച്ഛന്റെ കീഴിലും അല്ലെങ്കിൽ ഭർത്താവിന്റെ കീഴിലുമാക്കുന്ന ഒരു സിവിൽ കോഡ് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ് റിഫോംസ് ആണെങ്കിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സെൻസർഷിപ്പ് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരുപാട് റവല്യൂഷന്റെ പല ഐഡിയാസിനെ അദ്ദേഹം റിഹേഴ്സ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്രാൻസിൽ ഒരു മെജോറിറ്റി റിലീജിയനായിട്ട് കാത്തോലിക് റിലീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കുറെ ആശയങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്തു. റവല്യൂഷന്റെ കുറെ ആശയങ്ങൾ അദ്ദേഹം റിവേഴ്സ് ചെയ്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ബിക്കോസ് ഹി നെവർ wanted to lose his control over the state, over the people. Okay, sir. Sir, അമേരിക്കൻ റെവല്യൂഷണറീസ് വിജയിച്ചത് ഗറില്ല ടാക്ടിക്സിലൂടെയാണ്. ഗറില്ല ടാക്ടിക്സ് ഒരു പരിധിവരെ ഓക്കെയാണ്. പക്ഷേ അമേരിക്കൻ റെവല്യൂഷണറീസിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ അവരെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഈ ഫ്രഞ്ച് സൈന്യത്തിന്റെ സപ്പോർട്ട്. അല്ലെങ്കിൽ ഫ്രഞ്ച് ഒബിയസ്ലി ദേ ആർ റിവൽസ് ഓഫ് ബ്രിട്ടീഷ്. അപ്പൊ ഫ്രഞ്ച് സൈന്യം അല്ലെങ്കിൽ ഫ്രഞ്ച് മിലിറ്ററി സപ്പോർട്ടും സ്പാനിഷ് മിലിറ്ററി സപ്പോർട്ടും അതുപോലെ തന്നെ അതിശക്തനായിട്ടുള്ള ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വ പാഠവും അതുപോലെ തന്നെ ബ്രിട്ടീഷിന് പരിചിതമല്ലാത്ത അമേരിക്കൻ ജോഗ്രഫി, ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് അമേരിക്കൻ റവല്യൂഷന്റെ വിജയം എന്ന് പറയുന്നത്. ഗറില്ല ടാക്ടിക്സ് മാത്രമായിട്ട് നമുക്ക് എടുക്കാനാവത്തില്ല. സർ,
ഓട്ടോമൻ ബിസ്മാർക്ക് ആ. അദ്ദേഹം ബ്ലഡ് അയൺ പോളിസിയിലൂടെയാണ്, ആ. അതിലൂടെ മാത്രമാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി, ബിസ്മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു ഫ്രേസ് ബ്ലഡ് ആൻഡ് അയൺ പോളിസിയാണ്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി അദ്ദേഹത്തിന്റെ ഒരു ബഡ്ജറ്റ് സ്പീച്ചിലെ ഒരു ഫ്രേസ് മാത്രമാണ്. Okay. ഇൻഫാക്ട് യുദ്ധങ്ങൾ ചെയ്തു, പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ യൂണിഫിക്കേഷന് വേണ്ടി അദ്ദേഹം എടുത്ത ടാക്ടിക്സ് അദ്ദേഹത്തിന്റെ ഡിപ്ലോമസിയാണ്. Okay. അത് ഈ പറയുന്ന ലൈക്ക് ഓസ്ട്രിയ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക്കൽ കരാറുകളായിക്കോട്ടെ, ഫ്രാൻസുമായിട്ടുള്ള കരാറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ട്രീറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബെർലിൻ കോൺഗ്രസ് ആയിക്കോട്ടെ. അപ്പം ഡിപ്ലോമസി ആണ്. ഈവൻ ഹോംസ് ടെലഗ്രാം എന്ന് പറയുന്നത് തന്നെ ശരിക്കുള്ള ഒരു ടെലഗ്രാം അദ്ദേഹം കുത്തിത്തിരുത്തി, അല്ലെങ്കിൽ അതിൽ എന്താ പറയുക, ഫോർജ് ചെയ്ത് ഈ ഫ്രഞ്ചിനെ ട്രിക്ക് ചെയ്തിട്ടാണ് ഈ പറയുന്ന എന്താ പറയുക ഒരു ലൈക്ക് യുദ്ധത്തിലേക്ക് എത്തിച്ചത്. അപ്പം ജർമ്മൻ ഫ്രഞ്ച് യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത്. സോ ഹിസ് ഡിപ്ലോമസി ഈസ് ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ഫ്രഞ്ച് യൂണിഫിക്കേഷൻ റാദർ ദാൻ ബ്ലഡ് ആൻഡ് അയൺ. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രേസ് from his budget speech. Okay, sir. Sir, American Revolution created the first democracy in world. അമേരിക്കൻ റവല്യൂഷൻ ഫസ്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡെമോക്രസി അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബിക്കോസ് അവിടെ ഡെമോക്രസി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു 6% തൊട്ട് 10% വരെ വരുന്ന വെളുത്ത പുരുഷന്മാർ, ഭൂമിയുള്ള വെളുത്ത പുരുഷന്മാർക്ക് മാത്രമാണ് ഈ വോട്ട് റൈറ്റ് കൊടുത്തിരിക്കുന്നത്, വോട്ടിംഗ് റൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് പാവപ്പെട്ടവരായിട്ടുള്ളത്, സാധാരണക്കാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ കറുത്തവർഗക്കാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഒന്നും വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലായിരുന്നു തുടക്കത്തിൽ. അപ്പം വേൾഡ് ഫസ്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോഴും അതൊരു ചെറിയ ഡെമോക്രസിന്റെ ചെറിയൊരു ഒരു ഒരു ക്ലബായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. പിന്നീടാണ് പൂർണ്ണമായിട്ടുള്ള ഡെമോക്രസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. Okay, sir. Sir, ബോസ്റ്റൺ ടീ പാർട്ടി ആ അത് ടാക്സസ് മാത്രമാണോ സർ അത് പ്രതിപാദിക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി ഞാൻ പറഞ്ഞില്ലേ, ബോസ്റ്റൺ ടീ പാർട്ടി ഇറ്റ്സ് അഗെയിൻ ഇറ്റ്സ് ടാക്സസിനെതിരെയുള്ള ഒരു സിംബോളിക് സമരം എന്നതിനേക്കാൾ ഉപരി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു സമരം കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു 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 കോർപ്പറേറ്റ് ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു സമരം കൂടിയായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ ഇന്ത്യക്കാർ മാത്രമല്ല ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്തത്, അമേരിക്കൻസും സമരം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. Sir, guillotine was a symbol of barbarism. ഗില്ലറ്റിൻ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനും അല്ലെങ്കിൽ റീൻ ഓഫ് ടെറർ ഒക്കെ പറയുമ്പോൾ അവിടെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗില്ലറ്റിൻ. നമുക്കറിയാലോ ആ സംഭവം, ഗില്ലറ്റിൻ കോൺസെപ്റ്റ് മൂവീസ് എങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ബാർബറിസം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വശം എന്തെന്ന് വെച്ചാൽ, റവല്യൂഷണറീസിനെ സംബന്ധിച്ചിടത്തോളം അവര് വേദനയില്ലാണ്ട് കൊല്ലാൻ വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു മോഡേൺ മെഡിക്കൽ സയൻസിന്റെ സാങ്കേതിക വിദ്യ എന്നാണ് അത് വിശേഷിപ്പിക്കുന്നത്. അതായത് പണക്കാരനെയും പാവപ്പെട്ടവനെയൊക്കെ എന്താ പറയാ ഒരു ഒരു എല്ലാ സമത്വം, റവല്യൂഷന്റെ ഐഡിയ സമത്വമാണല്ലോ, ഒരേപോലെ വേദനയില്ലാണ്ട് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ മെഡിക്കൽ എന്താ പറയാ സയൻസിന്റെ ഒരു എന്താ പറയാ ഒരു ടൂൾ, ദാറ്റ് ഈസ് ഗില്ലറ്റിൻ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ റവല്യൂഷണറീസ് അതിനെ കാണുന്നത്, റാദർ ദാൻ ആക്ട് ഓഫ് ബാർബറിനിസം. Okay, sir. Sir, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബാസ്റ്റീൽ പ്രിസൺ വാസ് എ ഹ്യൂജ് പൊളിറ്റിക്കൽ പ്രിസൺ. ബാസ്റ്റിൽ പ്രിസൺ വാസ് എ ഹ്യൂജ് പൊളിറ്റിക്കൽ പ്രിസൺ എന്ന് പറയുമ്പോഴുള്ള ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ബാസ്റ്റിൽ കോട്ട തകർത്തത് ഫ്രഞ്ച് റവല്യൂഷന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ഹിസ്റ്റോറിക് മൂവ് ആയിട്ട് കാണപ്പെടുന്നു. പക്ഷെ അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ തകർക്കുന്ന സമയത്ത് ആ കോട്ടയിലാകെ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 4 വ്യാജന്മാരും 2 മാനസിക രോഗികളും പിന്നെ ഒരു ഭൂപ്രഭുവിന്റെ ഒരു ഉടായ്പ മകനുമായിരുന്നു. ഇങ്ങനെ 7 പേരെ ആ കോട്ടയിൽ ഉണ്ടായിരുന്നുള്ളൂ, പ്രിസണിൽ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇത് സിംബോളിക്കലി ഇറ്റ്സ് ആൻ എൻഡ് ഓഫ് എന്താ പറയാ സ്വേച്ഛാധിപത്യത്തിന്റെ എൻഡായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സോകോൾഡ് ഒരു ഫ്രഞ്ച് മൊണാർക്കിന്റെ ഒരു സിംബോളിക് എൻഡായിട്ടൊക്കെ, റൂളിന്റെ ഒരു സിംബോളിക് എൻഡായിട്ടൊക്കെ ഈ ബാസ്റ്റിൽ കോട്ടയുടെ പതനം എന്താ പറയാ സൂചിപ്പിക്കുന്നു. ബട്ട് റിയാലിറ്റിയിൽ അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, റവല്യൂഷണറീസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ 7 പേര് അതിൽ പ്രിസണേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് വേൾഡ് ഹിസ്റ്ററിയിൽ എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത്, കുറേയും കൂടി ആധികാരികമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനൊരുപാട് എവിഡൻസസ് ഉണ്ട്, ഒരുപാട് പ്രൂഫ് ഉണ്ട്, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറെ ഒരു എന്താ പറയാ സോഴ്സസ് ഉണ്ടാവും, എവിഡൻസസ് ഉണ്ടാവും. അതിന്റെ ബേസിസിൽ പഠിക്കുമ്പോഴാണ് ഹിസ്റ്ററി നമുക്ക് മിത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. ഇൻഫാക്ട് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് എന്താ പറയാ ലൈക്ക് മോഡ് ഓഫ് കരിക്കുലം ആയിക്കോട്ടെ, അവിടെയെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കേണ്ടത്. മിത്തോളജിക്കൽ ഹിസ്റ്ററി നമുക്ക് കാര്യമായിട്ട് ഗുണമൊന്നും ചെയ്യത്തില്ല. സിനിമ വേറെ, അക്കാദമിക് ഹിസ്റ്ററി വേറെ. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. So thank you so much. Thank you. Gallant IAS, chasing your passion to ace.